ഞാൻ നിന്റെ സന്തതിയെ കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ആക്കി വർദ്ധിപ്പിക്കും. അബ്രഹാമിന് ദൈവമായ യഹോവ കൊടുത്ത അനുഗ്രഹം. നീതിമാനും ദൈവഭയമുള്ളവനുമായിരുന്നു അബ്രഹാം. ഏകജാതനായ മകനെ ബലി കൊടുക്കുവാൻ തയ്യാറായ ധീരനായ വിശ്വാസി. തന്റെ മരണം വരെ അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു. അത് അവന് നീതിയായി കണക്കിട്ടു. ലോകമുള്ള കാലത്തോളം അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇത് പഴയ കഥ. ഇന്ന് ഈ സംഭവം നടന്നാൽ ഈ ദൈവഭയമോ വിശ്വാസമോ നമുക്ക് കാണുവാൻ കഴിയുമോ? സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം സന്തോഷപൂർവം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു അബ്രഹാമിന്റെ ബലി അന്നും ഇന്നും. അബ്രഹാമേ, 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 ഇതാ അടിയൻ അരുളി ചെയ്താലും. നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ ഇസഹാക്കിനെ തന്നെ നീ കൂട്ടിക്കൊണ്ടുപോയി മോറിയ മലമുകളിൽ എനിക്കായി ഹോമയാഗം കഴിക്കണം. ഞാൻ നിന്റെ ദൈവമായ യഹോവ ആകുന്നു. നാഥ, എന്താണ് സംഭവിക്കുന്നത്? സാറ, എനിക്ക് യഹോവയാം ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടുണ്ടായി. നമ്മുടെ മകൻ ഇസഹാക്കിനെ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കണമെന്ന്. സാറ, നീ നമ്മുടെ മകനെ വിളിക്കൂ. മകനെ, മകനെ ഇസഹാക്കേ, ഈ വാർദ്ധക്യകാലത്ത് നമുക്ക് കിട്ടിയ ഒരു നിധിയായിരുന്നു അവൻ. അവനെ കൊണ്ടുപോകരുത്. മകനെ, മകനെ ഇസഹാക്കേ. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ വാർദ്ധക്യകാലത്ത് ദൈവമാണ് നമുക്കൊരു മകനെ നൽകിയത്. ആ ദാനത്തെ തിരിച്ചെടുക്കാനുള്ള അവകാശവും യഹോവയ്ക്കുള്ളതാണ്. അതുകൊണ്ട് നാം അവന് വിധേയപ്പെട്ടേ മതിയാകൂ സാറ. ഈ അവസാന കാലത്ത് ഞങ്ങൾക്കൊരു മകനെ നൽകിയത് ഇതിനായിരുന്നോ ദൈവമേ? മകനെ, മകനെ, അവനെ കൊണ്ടുപോകരുത്. കൊണ്ടുപോകരുത്. ബാല്യക്കാരെ, ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ടുവരും. നിങ്ങൾ ഇവിടെ അടിവാരത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കുക. ഞങ്ങൾ മോറിയ മലമുകളിൽ യഹോവയാം ദൈവത്തിന് യാഗം കഴിച്ച് മടങ്ങി വരാം. അപ്പാ, എന്താണ് മകനെ? തീയും വിറകുമുണ്ട്. പക്ഷെ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? മകനെ, ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. അബ്രഹാമേ, അബ്രഹാമേ, ഇതാ അടിയൻ അരുളി ചെയ്താലും. ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അവനെ ഒന്നും ചെയ്യരുത്. നീ നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് തരുവാൻ മടി കാണിക്കാഞ്ഞതുകൊണ്ട്
നീ നമ്മെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇന്നു മുതൽ നീ വിശ്വാസികൾക്ക് പിതാവായിരിക്കും. ഇനിയും ഇതാ ആധുനിക യുഗത്തിലെ അബ്രഹാം. ഇത് എന്റെയും നിങ്ങളുടെയും പ്രതിരൂപമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴമാണ് മറനീക്കി കാണിക്കുന്നത്. നമ്മുടെ സുഖലോലുപതയുടെ വികൃതമായ മുഖം ചിന്തിക്കുക, ആസ്വദിക്കുക. എടി സെറാ, നമുക്കെന്താ ഈ ഗതി വന്നത്? ദൈവം നമ്മോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തായാലും എൻ്റെ കുടുംബത്തിൽ ആർക്കും ഈ പ്രശ്നമില്ലായിരുന്നു. ആഹാ, അത് കൊള്ളാമല്ലോ. പിന്നെ എന്റെ കുടുംബത്തിലാണോ കുഴപ്പം? എനിക്ക് കുട്ടികൾ അത്ര ആവശ്യമാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ എന്റെ ബോഡി ഒന്ന് ഷേപ്പാക്കിയെടുക്കാൻ ഞാൻ കിടന്ന് കഷ്ടപ്പെടുക. അന്നേരമാ അങ്ങേർക്ക് കുട്ടികൾ. അല്ലെങ്കിൽ തന്നെ പെറ്റുകൂട്ടിയാൽ മതിയോ? ഇതിനെയൊക്കെ ആര് വളർത്താനാ? നിങ്ങളുടെ തള്ള നോക്കുമോ? അവരുടെ സ്വഭാവം എനിക്ക് പിടിക്കാതിരിക്കുക. കുറ്റം പറഞ്ഞിരിക്കാതെ ഒരു വഴി ആലോചിക്കും മനുഷ്യ. ഓ എടി, നീ ഒന്ന് പതുക്കെ പറ. നിങ്ങൾക്കറിയാമോ, ഇങ്ങേരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാ ഞാൻ ഇപ്പോൾ തന്നെ ഈ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ കൂടെ വന്നത്. വടി കൊടുത്ത് അടി മേടിച്ചതുപോലെ ആയല്ലോ കർത്താവേ. Excuse me. Silence, please. ഇതൊരു ഹോസ്പിറ്റലാണ്. നിന്റെ കീറിയ വായൊന്ന് അടയ്ക്കേ. Who is Abraham? Doctor's calling. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. പ്ലീസ് സിറ്റ് ഡൗൺ. എൻ്റെ ഡോക്ടറെ, ഡോക്ടർക്കറിയാമല്ലോ, ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബത്തിൽ ആർക്കും ഈ പ്രശ്നമില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു? അതൊരു കാരണമല്ല. എൻ്റെ പരിശോധനയിൽ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകുവാൻ സാധ്യത വളരെ കുറവാണ്. ബൈ ദ ബൈ, ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇതൊരു റെയർ കേസാണ്. ഇതിനെ ഞങ്ങളുടെ ഭാഷയിൽ ഗൈനോ ഇൻഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് ഈ ലോകത്ത് 1000 ഒരാൾക്ക് മാത്രം കണ്ടുവരുന്ന ഒരു രോഗമാണ്. സോ ഐ എം സോറി ടു സേ ഐ എം ഹെൽപ്ലെസ്. നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ലല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന? അയ്യോ ഡോക്ടറെ, അങ്ങനെ പറഞ്ഞ കൈയൊഴിയരുത്. പ്രാർത്ഥന? എൻ്റെ ഡോക്ടറെ, നിന്റെ തലമുറയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ആക്കുമെന്ന് പറഞ്ഞതാ. എന്നിട്ടാണ് ഞങ്ങളോട് ഈ പണി കാണിച്ചത്. അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ അവിടെ നിൽക്കട്ടെ. ഡോക്ടറെ കൊണ്ട് ചെയ്യാവുന്നത് അങ്ങ് ചെയ്യേ. ഐ എം സോറി. ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊണ്ട് ചെയ്യാവുന്നത് ചെയ്തു. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. പിന്നെ ഡോക്ടർക്കും മരുന്നിനുമൊക്കെ ഉപരിയായി ഒരു ദൈവിക ശക്തി ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. കേട്ടല്ലോ. ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്യ്. ആ, നീ വാ, നമുക്കൊരു വഴി ആലോചിക്കാം. താങ്ക് യു ഡോക്ടർ. കാലങ്ങൾക്ക് ശേഷം അബ്രഹാമിനും സെറയ്ക്കും ഒരു മകനുണ്ടാകുന്നു. അവന് ഇസഹാക്ക് എന്ന് പേരിട്ടു.